ഓക്കെ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ റോൾ ഓഫ് കാലറീസ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ് ഇൻ എ ഹെൽത്തി വെയിറ്റ് ഗെയിൻ. ഓക്കെ. സോ ഹെൽത്തി വെയിറ്റ് ഗെയിൻ എന്താന്ന് നമുക്ക് നോക്കാം. സോ ഹെൽത്തി വെയിറ്റ് ഗെയിൻ എന്ന് വെച്ചാൽ ഇന്റൻഷനലി നമ്മുടെ ബോഡി വെയിറ്റ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നതാണ്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഗ്രൂപ്പ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതിനാണ് നമ്മൾ ഹെൽത്തി വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇതെങ്ങനെയാന്ന് വെച്ചാൽ മസിൽ ഗെയിൻ ആണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നുള്ള, ഫാറ്റ് ഗെയിൻ അല്ല. ഓക്കെ. സോ ഇതെങ്ങനെയാണ് നമുക്ക് ഹെൽത്തി ആയിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നെക്സ്റ്റ് നാം പറയുന്നുള്ളത്. ഓക്കെ. സോ ഫസ്റ്റ് എന്ന് വെച്ചാൽ അഡിക്വേറ്റ് ആയിട്ട് കാലറി നമ്മൾ എടുക്കാൻ വേണ്ടി നോക്കുക. അതായത് നമ്മൾ നോർമലി ഒരാൾ എടുക്കുന്നതിനേക്കാളും ഒരു 300 to 500 കിലോ കാലറീസ് എക്സ്ട്രാ നമ്മൾ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. അതേപോലെ മാക്രോ ന്യൂട്രിയൻസ് ലൈക്ക് നമ്മുടെ കാലറി, പ്രോട്ടീൻ, ഫാറ്റ് ഇതൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. ലൈക്ക് പ്രോട്ടീൻ മിസ്സാവാൻ പാടില്ല, ഫാറ്റ് മിസ്സാവാൻ പാടില്ല. ഫാറ്റ് എന്ന് പറയുമ്പോൾ ഹെൽത്തി ഫാറ്റ് ആണ്, അത് മിസ്സാവാതെ ഒരു ബാലൻസ് ആയിട്ട് നമ്മൾ പ്ലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഡയറ്റ് മൂവ് ചെയ്യുക. അതേപോലെ സ്ട്രെങ്ത് ട്രെയിനിങ്, നമ്മൾ വർക്ക്ഔട്ട്, ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വേണം. എന്ന് വെച്ച് ഒത്തിരി ഹെവി ആയിട്ടുള്ള ആക്ടിവിറ്റി അല്ല, ഈ സ്ട്രെങ്ത് ട്രെയിനിങ് പോലത്തെ ഉള്ള വർക്ക്ഔട്ട്സ് നമ്മുടെ ഡെയിലി ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. അതേപോലെ നമ്മുടെ വാട്ടർ ഇൻടേക്ക് നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ സ്ലീപ്പ് സൈക്കിൾ ശ്രദ്ധിക്കുക, നമ്മുടെ സ്ട്രെസ്, ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഹെൽത്തി ആയിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ. സോ നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഈ മാക്രോ ന്യൂട്രിയൻസ്, അതായത് നമ്മുടെ ഫാറ്റ്, പ്രോട്ടീൻ, കാലറീസ് ഇതൊക്കെ എന്തൊക്കെയാണ് റോള് പ്ലേ ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ. സോ ഫസ്റ്റ് നമ്മുടെ കാലറിയുടെ റോളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ കാലറി എന്ന് വെച്ചാൽ നമുക്ക് വെയിറ്റ് ഗെയിന് വേണ്ടിയിട്ട് എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മാക്രോ ന്യൂട്രിയന്റ് ആണ്. ഓക്കെ. സോ വെയിറ്റ് ഗെയിൻ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന കാലറി നമ്മൾ എക്സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിരിക്കണം. അപ്പം നമുക്ക് കാലറി സർപ്ലസ് ആവും, നമ്മളെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. സോ നമുക്ക് കാലറി എന്തൊക്കെയാണ്, നമ്മുടെ എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത് വെച്ചാൽ മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, ടിഷ്യൂസ് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഓവറോൾ നമ്മുടെ ഈ ഒരു മെറ്റബോളിസം ഇംപ്രൂവ് ചെയ്യാനും കാലറീസ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. സോ നേരത്തെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്കൊരു 300 to 500 കിലോ കാലറി യൂഷ്വലി കഴിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഹെൽത്തി ആയിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. സോ കാലറി എന്ന് വെച്ചാൽ ഹെൽത്തി ആയിട്ടുള്ള കാലറീസ് ആണ്. സോ അത് ഏതൊക്കെയാണെന്നുള്ള സോഴ്സസ് നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഓക്കെ. സോ സോഴ്സസ് ഓഫ് ഹെൽത്തി കാലറീസ്, നമ്മുടെ ഹോൾ ഗ്രെയിൻസ്, അതായത് റൈസ്, ഓട്സ്, മില്ലറ്റ്സ്, ദെൻ സ്റ്റാർച്ചി ആയിട്ട് വരുന്ന വെജിറ്റബിൾസ് ലൈക്ക് പൊട്ടേറ്റോ, സ്വീറ്റ് പൊട്ടേറ്റോസ്, പിന്നെ ഫ്രൂട്ട്സിൽ തന്നെ ലോ കാലറി ഉണ്ട്, ഹൈ കാലറി ഉണ്ട്. അപ്പൊ കൂടുതലായിട്ടും ഹൈ കാലറി ഫ്രൂട്ട്സ് ഫോക്കസ് ചെയ്യുക, അതായത് നമ്മുടെ ചിക്കു, മാംഗോ, ബനാന ഇങ്ങനത്തെ ഫ്രൂട്ട്സ് ഫോക്കസ് ചെയ്യുക. ദെൻ നട്ട്സ് ആൻഡ് സീഡ്സ്, അതേപോലെ ഡയറി പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഹൈ ഫാറ്റ്, ഫുൾ ഫാറ്റ് ആയിട്ടുള്ളത് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കാം. ലൈക്ക് നമ്മുടെ മിൽക്ക്, കേർഡ്, പനീർ, യോഗർട്ട് ഇതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. സോ ഇതൊക്കെയാണ് ഹെൽത്തി കാലറിയുടെ സോഴ്സ്. നമ്മുടെ ഡയറി അതേപോലെ നട്ട്സ് ഒക്കെ പ്രോട്ടീൻ്റെയും സോഴ്സസ് ആണ്. ഓൾസോ ദി പ്രൊവൈഡ് കാലറീസ് ടു. ഓക്കെ. സോ നെക്സ്റ്റ് നമുക്ക് കാലറിയുടെ റോൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കി. ഇനി നമുക്ക് പ്രോട്ടീൻ്റെ റോൾ, നമ്മുടെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻ എന്തൊക്കെയാണ് റോൾ പ്ലേ ചെയ്യുന്നത് എന്നുള്ളത്. സോ പ്രോട്ടീൻ എന്ന് വെച്ചാൽ നമ്മുടെ മസിൽസിലെ ബിൽഡിംഗ് ബ്ലോക്ക് ആണ്. അപ്പോൾ നമ്മളൊരു ഹെൽത്തി വെയിറ്റ് ഗെയിൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷെ ആ ഒരു ഡയറ്റിൽ പ്രോട്ടീൻ മിസ്സിംഗ് ആണ്. അപ്പൊ ഇങ്ങനത്തെ കേസിൽ നമ്മൾ മസിൽ ആയിരിക്കില്ല ഗെയിൻ ചെയ്യുന്നത്, ഫാറ്റ് ആയിരിക്കും. സോ എപ്പോഴും നമ്മൾ വെയിറ്റ് ഗെയിൻ ഡയറ്റിൽ പ്രോട്ടീൻ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. സോ പ്രോട്ടീൻ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്താൽ നമുക്ക് അവിടെ മസിൽ ആയിരിക്കും ബിൽഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. സോ പ്രോട്ടീൻ എങ്ങനെയൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് വെച്ചാൽ, ഒന്ന് ഞാൻ പറഞ്ഞ പോലെ മസിൽ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും, ദെൻ ടിഷ്യൂ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, നമ്മുടെ ഇമ്മ്യൂൺ ഫംഗ്ഷൻ ബിൽഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഓക്കെ. സോ നമ്മുടെ പ്രോട്ടീൻ്റെ റെക്കമെൻഡഡ് ഇൻടേക്ക് എന്ന് പറയുന്നത് 1 gram per kg ബോഡി വെയിറ്റ് ആണ്. ബട്ട് ദാറ്റ് ഡിപ്പെൻസ്, അതായത് ഓരോ ആൾക്കാരുടെ ഗോൾ വെച്ചിട്ടും ഓരോ ആൾക്കാരുടെ ഹെൽത്ത് കണ്ടീഷൻസ് വെച്ചിട്ടും പ്രോട്ടീൻ്റെ ഇൻടേക്ക് ഡിഫർ ചെയ്യും. സോ ഒരു ആവറേജ് പറയുകയാണെങ്കിൽ 1 gram per kg ബോഡി വെയിറ്റ് ആണ് നമുക്ക് പ്രോട്ടീൻ്റെ ഇൻടേക്ക് വരുന്നുള്ളത്. ഓക്കെ. സോ നെക്സ്റ്റ് നമുക്ക് പ്രോട്ടീൻ്റെ സോഴ്സസ് നോക്കാം. ആക്ച്വലി 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോഴ്സസ് വരുന്നുണ്ട്. ആനിമൽ സോഴ്സസും വരുന്നുണ്ട്, പ്ലാൻ സോഴ്സസും വരുന്നുണ്ട്. സോ ആനിമൽ സോഴ്സ് വരുന്നത് എഗ്ഗ് വരും, മിൽക്ക്, കേർഡ്, പനീർ, ഫിഷ്, ചിക്കൻ ഇതൊക്കെയാണ് ആനിമൽ പ്രോട്ടീൻ സോഴ്സ്. സോ ആനിമൽ സോഴ്സസ് നമുക്ക് കംപ്ലീറ്റ് പ്രോട്ടീൻ ആണ്. കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് വെച്ചാൽ ഈ ഒരു പ്രോട്ടീനിൽ എല്ലാ എസെൻഷ്യൽ അമൈനോ ആസിഡ്സും അടങ്ങിയിട്ടുണ്ട്. വേറെസ് നമ്മുടെ പ്ലാൻ സോഴ്സസ് ലൈക്ക് പൾസസ്, ദാൽ, ലെഗ്യൂംസ്, അതേപോലെ സോയ്, ടോഫു, നട്ട്സ്, സീഡ്സ് ഇതൊക്കെ പ്ലാൻ സോഴ്സസ് ആണ്. അപ്പൊ ഇതിലെന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് പ്രോട്ടീൻ അല്ല, അതായത് ഇതിൽ എല്ലാ എസെൻഷ്യൽ അമൈനോ ആസിഡ്സ് അടങ്ങിയിട്ടില്ല. അപ്പൊ നമ്മൾ ഈ ഒരു പ്ലാൻ
പ്ലാൻ സോഴ്സസ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ കമ്പൈൻ ചെയ്തിട്ട് എടുക്കാൻ നോക്കുക. അതായത് ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ദാൾ ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ അല്ല, അതിൽ എസെൻഷ്യൽ അമൈനോ ആസിഡ്സ് മിസ്സിംഗ് ആണ്. അപ്പം നമ്മൾ അതിൻ്റെ ഒന്നിച്ച് റൈസ് ആഡ് ചെയ്താൽ അത് കംപ്ലീറ്റ് പ്രോട്ടീൻ ആവും. അതായത് ഒരു ഫുഡ് ഗ്രൂപ്പിൽ ഏത് അമൈനോ ആസിഡ് ആണ് ഇല്ലാത്തത് അത് ഉള്ള വേറൊരു ഫുഡ് ഗ്രൂപ്പ് ഇതിൻ്റെ ഒന്നിച്ച് കമ്പൈൻ ചെയ്ത് എടുക്കുക. അപ്പം നമുക്കതൊരു കംപ്ലീറ്റ് പ്രോട്ടീൻ ആയിട്ട് എടുക്കാൻ പറ്റും. ആനിമൽ സോഴ്സസ് ആണെങ്കിൽ കംപ്ലീറ്റ് ആണ്, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കമ്പൈൻ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഓക്കെ, സോ നമ്മുടെ പ്ലാന്റ് പ്രോട്ടീൻ സോഴ്സ് എടുക്കുമ്പോൾ ഈ ഒരു കോമ്പിനേഷൻ മെത്തേഡ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, സോ ഇതാണ് പ്രോട്ടീൻ്റെ സോഴ്സസ് വരുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഫാറ്റിന്റെ റോൾസ് നോക്കാം. സോ ഫാറ്റ് ആക്ച്വലി 2 ടൈപ്സ് വരുന്നുണ്ട്. ഹെൽത്തി ഫാറ്റ്സ് ഉണ്ട്, അൺഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് ഉണ്ട്. സോ എപ്പോഴും ഹെൽത്തിയർ ഫാറ്റ്സിനെ ഫോക്കസ് ചെയ്യുക. ഓക്കെ, സോ ഫാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും കൂടുതലായിട്ട് കലറി ഡെൻസ് ആയിട്ട് വരുന്ന ഒരു മാക്രോന്യൂട്രിയന്റ് ആണ് ഫാറ്റ്. ഓക്കെ, ബാക്കി വരുന്ന ഈ പ്രോട്ടീനും അതേപോലെ കാർബ്സും ഒക്കെ കലറീസും ഒക്കെ നമുക്ക് 1 ഗ്രാം 4 കിലോ കാലറീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. വേറാസ് നമ്മുടെ ഫാറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് 9 കിലോ കാലറീസ് ആണ്. ഓക്കെ, സോ ഫാറ്റ് അപ്പം നമ്മുടെ ഈ ഒരു വെയിറ്റ് ഗെയിൻ ജേർണിയിൽ ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഹോർമോൺ പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ് ലൈക്ക് A, D, E, K ഇങ്ങനത്തെ വൈറ്റമിൻസിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ എനർജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഫാറ്റ്സിന്റെ റോള് വരുന്നുള്ളത്. നെക്സ്റ്റ് ഫാറ്റ്സിന്റെ സോഴ്സസ് വരുന്നത് സോഴ്സസ് വരുന്നത് ഹെൽത്തി സോഴ്സസ് ആണ് ഞാൻ ഈ പറയുന്നുള്ളതൊക്കെ. നട്ട്സ് വരും, സീഡ്സ് വരും, അവക്കാഡോസ് വരും, പിന്നെ ഓയിൽസ് ലൈക്ക് ഒലീവ് ഓയിൽ, ഗ്രൗണ്ട്നട്ട് ഓയിൽ, ജിഞ്ചലി ഓയിൽ ഇതൊക്കെയാണ്. പിന്നെ ഫാറ്റി ഫിഷസും നമുക്ക് ഹെൽത്തി ഫാറ്റിന്റെ സോഴ്സസ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, സോ ഇത്രയും നമ്മൾ പ്രോട്ടീൻ്റെതും ഫാറ്റിൻ്റെതും കാലറീസിൻ്റെ ഒക്കെ റോളും അതിൻ്റെ സോഴ്സസ് ആണ് നോക്കിയത്. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതൊന്ന് കമ്പൈൻ ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ കാലറീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ യൂഷ്വലി കഴിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് കഴിക്കാൻ നോക്കുക. ഒരു 300 to 500 കിലോ കാലറീസ് ഒരു ഡേയിൽ കൂടുതലായിട്ട് എടുക്കാൻ വേണ്ടി നോക്കാം. അതേപോലെ പ്രോട്ടീന് മസ്റ്റായിട്ടും വേണം. പ്രോട്ടീൻ നമ്മുടെ ഡയറ്റിൽ ഇല്ലെങ്കിൽ ഫാറ്റ് ആയിരിക്കും കൂടുതൽ ഗെയിൻ ആവുക. പ്രോട്ടീൻ ഉണ്ടെങ്കിൽ നമ്മൾ മസിൽ മാസ് ആയിരിക്കും ഗെയിൻ ആവുക. ദെൻ ഫാറ്റ് അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെൽത്തിയർ ഫാറ്റ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പൊ ഇതൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് നമ്മൾ കൊണ്ടുപോയാൽ നമുക്ക് ഹെൽത്തി ആയിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റും. അലോങ് വിത്ത് ദിസ് നമ്മൾ നമ്മുടെ സ്ലീപ്പ് സൈക്കിൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. മിനിമം ഒരു 7 to 8 hours ഓഫ് സൗണ്ട് സ്ലീപ്പ് നമുക്ക് നമ്മുടെ ഒരു ഡെയിലി റുട്ടീനിൽ വേണം. അതുപോലെ ഹൈഡ്രേഷൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ്. ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഹൈഡ്രേഷൻ ലൈക്ക് ഓരോ ആൾക്കാരുടെ ബോഡി വെയിറ്റ് വെച്ചിട്ട് ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി നോക്കാം. ഓൾസോ സ്ട്രെസ് ലെവൽ നമ്മൾ മാക്സിമം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ നമുക്ക് ഹെൽത്തി ആയിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയൊരു ടോപ്പിക്.